Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ ഈ ഗുലാബ് ജാമുന് ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. സാധാരണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് മിൽക്ക് പൗഡർ വെച്ചിട്ടൊക്കെയാണ്. പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇന്നിപ്പോൾ റവ കൊണ്ടാണ് നല്ല സ്വാദുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഉള്ള ഒരു ഗുലാബ് ജാമുനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അപ്രതീക്ഷിതമൊക്കെ ആയിട്ട് വരുന്ന വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര സിറപ്പ്, അതായത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കപ്പോളം ഉള്ള ഏകദേശം 200 ml ഉള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 1.5 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണം അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിലാണ് നമുക്ക് ഇടേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 ഏലക്കയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തൊലിയോട് കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തൊലി ഇടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുരു മാത്രം എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു തിക്ക് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. ഇപ്പോൾ ഗുലാബ് ജാമുൻ കഴിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇതിന് ചെറിയൊരു ഒരു പശപ്പ് കാണും. അപ്പോൾ അതാവുന്നത് വരെ നമുക്കത് അവിടെ അങ്ങനെ വിടാം. ഇനി നമുക്ക് ഈ റവ കൊണ്ടുള്ള നമ്മുടെ ഗുലാബ് ജാമുൻ്റെ മെയിൻ മിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒത്തിരി കരിച്ചെടുക്കുക, കളർ മാറൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ആ സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഈ ഒരു റവയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ 2 കപ്പോളുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട പാല് തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുള്ള പാല് ഒരു 2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാല് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യും തോറും ഈ റവ പാലൊക്കെ കുടിച്ച് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഇതിങ്ങനെ നമുക്ക് ആയി കിട്ടും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇത് ഇത്രയും കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ടൊന്ന് തിരുമണം. എങ്കിൽ മാത്രമാണ് ഇത് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഒന്ന് കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഇത് എത്രത്തോളം നമ്മളിതൊന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ഗുലാബ് ജാമുൻ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ പിച്ച് ചീന്തുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ റവയാണിത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബാക്കി പാലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരും എന്നുള്ളത്. അത് ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം. നമുക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നമ്മൾ സാധാരണ ഗുലാബ് ജാമുന് നമ്മൾ ഉരുളകളാക്കുന്നത് പോലെ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുളകളാക്കണം. ഇനിയിപ്പോൾ ഒത്തിരി ഒട്ടിപ്പിടിക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോരാനൊക്കെ വേണ്ടിയിട്ട് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ഈ ആദ്യത്തെ ഉരുള മാത്രമേ ഞാൻ കയ്യിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ നനവില്ലാതെയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്.
ഇതാ കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ടുള്ള റവയുടെ ഗുലാബ് ജാമുൻ്റെ ബേസ് ഇവിടെ റെഡിയാണ്. ഒരു വിള്ളലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട് അവർ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമ്പോൾ വിണ്ട് കീറുന്നു എന്നുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കുഴയ്ക്കാത്തത് കൊണ്ടാണ്. നന്നായിട്ട് കുഴയ്ക്കുക. അപ്പം ഞാനത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഉരുളതിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ള നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് കയ്യിൽ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വേണം നമ്മുടെ 2 കൈപ്പത്തിക്ക് നടുവിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. വട്ടത്തിൽ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിള്ളലോ ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വരും. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ്റെ ബേസ് നമുക്ക് റെഡിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതിനേക്കാളും നന്നായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും, ഷേപ്പാക്കി വരുന്നവരുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം അങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബേസൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവസാനത്തെയും കൂടി ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 15 മുതൽ 20 വരെയുള്ള ഗുലാബ് ജാമുൻ നമുക്ക് 1 കപ്പ് റവയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഇതിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പമുണ്ട്. കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25-30 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 1 കപ്പ് റവയിലാണെന്ന് ഓർക്കണം, അത്രയും നമുക്ക് കിട്ടും. ഇനി നമുക്ക് പഞ്ചസാരപ്പാനി എന്തായി നോക്കാം. പഞ്ചസാരപ്പാനി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊന്ന് നോക്കാട്ടോ. കണ്ടോ, ഇത് ഇപ്പം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനത് കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു നൂല് പോലൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പശാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ചെറുതായിട്ട് ഒരു നൂല് പോലൊക്കെ വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നിർത്താം. ഞാനിപ്പോൾ ഇപ്പം നിർത്തിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണോളമുള്ള നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കാവാൻ തുടങ്ങും, കട്ട പിടിച്ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചിരിക്കാതിരിക്കാനാണ് ഞാൻ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഒന്നും വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് 1-2 തുള്ളി നാരങ്ങ നീരാണെങ്കിലും ഒഴിക്കാം. അപ്പോൾ അത് ഞാൻ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ്റെ മാവ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള എണ്ണയിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു റവ ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ, ഒരു കുഴിയൻ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നന്നായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഞാൻ ഇത്രയും ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ നല്ല ഗുലാബ് ജാമുൻ്റെ കളർ നമുക്കറിയാമല്ലോ, ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ, ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നിലക്കിക്കൊണ്ടേയിരിക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് കോരാം. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്ത് കോരാനായിട്ട്. ചിലപ്പോൾ എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറമെയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടിരിക്കും, പക്ഷെ അകം ഉള്ള വേവത്തില്ല. അത് വേവാത്തത് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വറുക്കുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് സമയമെടുത്ത് നമുക്കിതിൻ്റെ നിറം മാറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് നിറം മാറും ചെയ്യുക, അതുപോലെ തന്നെ ഉള്ളു വേവും ചെയ്യുക. അപ്പോൾ നമുക്കിത് ഒന്ന് വറുത്ത് കോരാം. ഇതൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വറുത്ത് കോരാം. നമ്മുടെ സൂപ്പർ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാണ് കേട്ടോ. ഗുലാബ് ജാമുൻ്റെ ആ ഒരു ബേസ് ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വീർക്കാൻ വേണ്ടി ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടും വീർത്തും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പം ആദ്യത്തെ സെറ്റ് ഞാൻ വറുത്ത് കോരി. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒന്ന് വറുക്കാനിടുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പഞ്ചസാര പാനിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ റവയുടെ ആ ഒരു ഗുലാബ് ജാമുൻ്റെ ബേസ് വരുന്നത്. ഇനി എല്ലാം ഞാൻ ഈ ഒരു പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ പഞ്ചസാര പാനി വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു ഡബിൾ ആയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. പഞ്ചസാരയും വെള്ളവും എന്താണെന്ന് വെച്ചാൽ രണ്ടും എടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ഒത്തിരി പഞ്ചസാര പാനി എടുക്കുന്നില്ല, കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വലിയ പ്രിയമില്ല. ഇവർക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. കുതിർന്ന് കിട്ടിയിട്ട്
ഇവരതിങ്ങനെ വായിൽ ഒരെണ്ണം ഇട്ട് കഴിക്കുകയാണ് പതിവ്. ചില ആൾക്കാരുണ്ട് ആ ഷുഗർ സിറപ്പോട് കൂടെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. ഇതാ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ ഒരു റോളൊക്കെ ഇതിനകത്ത്, അതായത് ബോൾസ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തായിരുന്നു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള നീരൊക്കെ അത്യാവശ്യമൊക്കെ ഈ ഷുഗർ സിറപ്പ് നമ്മുടെ ഈ ബോൾസിലൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നന്നായി പിടിക്കും അതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 1.5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ, 2 മുതൽ 2.5 മണിക്കൂർ വരെ നമുക്ക് ഇതിനകത്ത് ഒന്ന് ഇട്ട് വെക്കണം. എങ്കിലാണ് നമ്മുടെ ഗുലാബ് ജാമുൻ നമ്മൾ കടിക്കുമ്പോൾ ജ്യൂസി ആയിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഞാനിതിപ്പോൾ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഷുഗർ സിറപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ ആ ഒരു പരന്ന പാത്രത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് തോന്നാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ, റവ കൊണ്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് നോക്കാം. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്നൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലല്ലല്ലോ ഷുഗർ സിറപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റുക കേട്ടോ. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സ്പഞ്ച് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാണ്. ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഗുലാബ് ജാമുൻ്റെ മിക്സോ അല്ലെങ്കിൽ നമ്മളിതിന് വേണ്ടി പാൽപ്പൊടി ഒന്നും മേടിക്കേണ്ട. അല്ലാതെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.